ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ദൈവത്തെ അറിയുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു അവൻ്റെ കയ്യിൽ ഒരു പാത്രം വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ആശ്രമത്തെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് വരിക, അപ്പോൾ നിനക്ക് മനസ്സിലാകും. അദ്ദേഹം ആ പാത്രം ജലവുമായി ആശ്രമം ചുറ്റാൻ തുടങ്ങി. തിരിച്ചു വന്നപ്പോൾ പാത്രത്തിലെ ജലം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഞാനിതാ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു, എങ്ങനെയാണ് ദൈവത്തെ ഇതിൽ നിന്ന് ഞാൻ അറിയുക? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ആശ്രമത്തെ ചുറ്റിയപ്പോൾ നിന്റെ കാഴ്ചകൾ മുഴുവൻ, നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്റെ ചുറ്റുപാടുമുള്ള ഇടങ്ങളിലായിരുന്നു, നിന്റെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളിലായിരുന്നു. അതിനുശേഷം ഗുരു അവനോട് പറഞ്ഞു, നീ ഈ പാത്രത്തിലെ ജലമെടുത്ത് ഈ ജലം ഈ പാത്രത്തിൽ നിന്ന് തുളുമ്പിപ്പോകാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവിനെന്ന് പറഞ്ഞു. വളരെ മനോഹരമായി തൻ്റെ പാത്രത്തിലെ ജലവുമായി ആ ശിഷ്യൻ തിരിച്ചു വന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ യേശുനാഥൻ ഫരീസേയരുടെ അവിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യരിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാനും നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.